ഈ യു ഡി എഫിൻ്റെ എല്ലാം ഭാഗമായി നിൽക്കുന്ന യുവജന നേതാക്കൾ അവരുടെ എല്ലാം പല കാര്യങ്ങളും പല ഘട്ടങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നു. അപ്പം അതിനോടെല്ലാം അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി കേരളത്തിലെമ്പാടും ഓടി നടക്കുന്ന ഒരാൾ വിദേശത്ത് ഒരു കമ്പനി ഭാഗമായിട്ട് 5.5 ലക്ഷം രൂപ മാസം കൈപ്പറ്റുന്നു എന്ന ഒരു അറിവ്. അപ്പോൾ പി കെ ഫിറോസ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്താൽ 5.5 ലക്ഷം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ യൂത്ത് ലീഗിൻ്റെ നേതാവ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം തന്നിലേക്ക് ഒരുപാട് ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പുറത്ത് വന്നപ്പോൾ പി കെ ഫിറോസ് ഇപ്പോൾ പുതിയ നമ്പറുമായി രംഗത്ത് വരികയാണ്. എന്താ പുതിയ നമ്പർ? പി കെ ഫിറോസ് ഇപ്പോൾ കെ ടി ജലീലിനെതിരായിട്ടും ഇടത് നേതാക്കളെല്ലാം എതിരായിട്ട് ചില ആരോപണങ്ങൾ. എന്താണ് വസ്തുത? മലയാളം സർവകലാശാലക്ക് ഭൂമി ഏറ്റെടുക്കൽ, അതിൻ്റെ വില നിശ്ചയിക്കൽ എല്ലാം നടന്നത് യു ഡി എഫിൻ്റെ കാലത്താണ്. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, അന്ന് അബ്ദുൾ. അപ്പം ഇപ്പം പി കെ ഫിറോസ് ചെയ്തത് ഞാൻ മാത്രമല്ല കള്ളൻ, ടോർച്ചടിച്ച് കാണിക്കുകയാണ് ലീഗിൻ്റെ നേതാക്കന്മാരുടെ നേരെ. ലീഗിൻ്റെ നേതാക്കന്മാരുടെ നേർക്ക് ടോർച്ചടിച്ചിട്ട് ഒരു പുതിയ വിഷയം എടുത്തിട്ടു. കാരണം ഫിറോസിന് അറിയാം ഇതെല്ലാം യു ഡി എഫിൻ്റെ കാലത്താണ്.